ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിന്നെയും ഒരുക്കി തന്ന കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ തിരുവചനങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വചനങ്ങൾ കേൾക്കാറുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു വേദശകലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നതിനായിട്ട് എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വേദഭാഗത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇത് ആരെ പറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തം കൊടുത്തിട്ട് ആ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് വേണ്ടി അനേക കാലങ്ങൾ കാത്തിരിക്കേണ്ട അനുഭവം ഉണ്ടായി. ഇവിടെ എബ്രായ ലേഖനകർത്താവായ പൗലോസ് പറയുകയാണ്, അബ്രഹാം ദൈവം തനിക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദാനം പ്രാപിക്കുവാൻ ദീർഘക്ഷമയോടെ കാത്തിരുന്നു എന്ന ദീർഘക്ഷമ അത് ഇന്നത്തെ ദൈവമക്കൾക്ക് അത്യാവശ്യം വേണ്ടിയ ഒരു കാര്യമാണ്. പലപ്പോഴും ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് പലതും പ്രാപിച്ചെടുക്കും, എന്നാൽ ദൈവാത്മാവിൽ നിന്ന് ചില ആലോചനകൾ കേൾക്കും. അത് പ്രാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ദ ലോർഡ്, ദൈവാത്മാവ് പറയുകയാണ് ഈ ഒരു ഫലം നമുക്ക് ആവശ്യമാണ്. ഈ ദീർഘക്ഷമ എന്നുള്ളത് നമുക്കറിയാം ആത്മാവിന്റെ ഫലങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവമാണ് അഥവാ ഒരു ഫലമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തെ ആസ്പദമാക്കി ആ ആത്മാവിന്റെ ഫലത്തെ പറ്റി 9 ഫലങ്ങളെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗം പഠിച്ച സമയത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവ് എന്നോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ദീർഘക്ഷമ എന്നുള്ളൊരു ഫലം പ്രാപിച്ചെടുക്കണം. ദൈവിക ഗുണങ്ങളിൽ ദീർഘക്ഷമ എന്നുള്ളത് ഹല്ലേലൂയ ഉള്ള കാര്യമാണ്. ദൈവം ദീർഘക്ഷമയുള്ളവനും. സങ്കീർത്തന പുസ്തകം 86-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്, നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ളവനാണ്, വിശ്വസ്തനാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവിക ഗുണങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് ദീർഘക്ഷമ എന്നുള്ളത്. അഥവാ ലോങ് സഫറിങ് അത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ദീർഘക്ഷമയെ പറ്റി പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് പറയുമ്പോൾ അവർ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വൃതന്മാർ ദീർഘക്ഷമയുള്ളവരായിരിക്കണമെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ലോകപ്രകാരം ഒരു പ്രാകൃത മനുഷ്യൻ പലപ്പോഴും ക്ഷമിക്കാറില്ല. മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ദോഷകരമായ പ്രവർത്തികൾ, പെരുമാറ്റം അവരുടെ ജീവിതത്തിൽ കോപത്തിനോ വൈരാഗ്യത്തിനോ കാരണമാക്കുകയാണ്. അവർ ക്ഷമിക്കുന്നില്ല. എന്നാൽ ദൈവമക്കൾ പലപ്പോഴും നമ്മുടെ സഹവിശ്വാസികളോട്, സഹപ്രവർത്തകരോട്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരോട്, അയൽവക്കക്കാരോട്, നമ്മെ വേദനിപ്പിച്ചവരോട്, നമ്മെ ഭാരപ്പെടുത്തിയവരോട് ഹല്ലേലൂയ നാം ഈ ദിവസങ്ങളിൽ ആമേൻ ദീർഘക്ഷമയോടെ ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ അബ്രഹാം ഈ ദീർഘക്ഷമയോടെയാണ് ഈ കാര്യങ്ങൾ പ്രാപിച്ച് തന്നോട് ദൈവം ചെയ്ത വാഗ്ദാനം പ്രാപിച്ചെടുത്തത്. അങ്ങനെയെങ്കിൽ ഈ ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ചില നേട്ടങ്ങൾ ഉണ്ടാക്കി തരും. അതിനെക്കുറിച്ച് 1-2 വാചകം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ആമേൻ ഈ ചിന്ത അവസാനിപ്പിക്കാമെന്ന് കർത്താവ് ശരണപ്പെടുകയാണ്. അപ്പോൾ ദീർഘക്ഷമ നമ്മെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാം ഒരു വ്യക്തിയോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ അയാള് നമ്മിൽ നിന്ന്
അകലുവാനല്ല, അധികം അടുത്തു വരുവാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് യോസഫിനെ പറ്റി ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. തൻ്റെ സഹോദരന്മാർ തന്നോട് ചെയ്ത ഭാരം എത്ര വലിയതായിരുന്നു. തന്നെ വേദനിപ്പിക്കുന്ന, ക്ഷമിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ധാരാളം ഭാരം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുത്തു. തൻ്റെ സഹോദരന്മാർ ധാന്യം വാങ്ങിക്കുവാൻ മിസ്രയീമിൽ കടന്നു വന്നപ്പോൾ എന്താണ് അവരോട് പറഞ്ഞത്? നിങ്ങൾ എന്നോട് അടുത്ത് വരുവീനെന്ന, അല്ലേ? സ്തോത്രം. എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. കാരണം ഇന്ന് നമുക്ക് പലർക്കും ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യമാണ് യോസഫ് അവിടെ ചെയ്തത്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാ. തന്നെ വിറ്റു പൊത്തിഫറിന്റെ ഭവനത്തിൽ ചെന്ന് താൻ അനുഭവിച്ച കഷ്ടം, ജയിലറയിൽ താൻ അനുഭവിച്ച കഷ്ടം, ഇതൊക്കെ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ കെഞ്ചി സഹോദരന്മാരോട് പറഞ്ഞ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ അപ്പന്റെ അടുക്കിലേക്ക് എന്നെ മടക്കിക്കൊണ്ട് പോകണം, ഇതൊന്നും വകവെക്കാതെ ഈ സഹോദരന്മാർ അവനെ ഉപദ്രവിച്ചപ്പോൾ അവരോട് ക്ഷമിക്കുവാനല്ല, ദീർഘക്ഷമ കാണിക്കുവാൻ യോസഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആമേൻ ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വാഗ്ദത്തം എന്താണ്? നിത്യത എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുകയാണ്. എൻ്റെ പ്രാണപ്രിയനായ കർത്താവ് പറഞ്ഞിരിക്കുക, ഞാൻ പോയതുപോലെ വേഗം മടങ്ങി വരും, വീണ്ടും വരും. താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മെ ചേർക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു യോസഫ് വ്യക്തിപരമായിട്ട് ആമേൻ ദീർഘക്ഷമ കാണിച്ചു. അപ്പം വ്യക്തിപരമായിട്ട് അവന് ലഭിച്ച അനുഗ്രഹം എന്താണ്? മറ്റുള്ളവരെ അവൻ തന്നിലേക്ക് അടുപ്പിക്കുവാൻ പ്രാപ്തനായി. മറ്റുള്ളവർ അവനിലേക്ക് അടുക്കുവാൻ ഇടയായി. ഇന്ന് നമുക്ക് പലതും ക്ഷമിക്കുവാൻ കഴിയാത്ത കാരണത്താൽ പലരുമായി നമുക്ക് അടുത്തിടപഴകുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ആമേൻ നമുക്ക് ഒന്നാമതായിട്ട് വ്യക്തിപരമായിട്ട് ദീർഘക്ഷമയുള്ള വ്യക്തിയിൽ കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട് ദീർഘക്ഷമ കാണിക്കുന്ന ഒരു വ്യക്തിക്ക് പുതുജീവൻ നൽകുകയാ. നമുക്ക് സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ യോസഫ് അവിടെ പറയുന്നുണ്ട്, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇവിടേക്ക് അയച്ചതാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ ആദ്യമായിട്ട് യോസഫ് സഹോദരന്മാരോട് ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ യോസഫ് തന്റെ സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്ത് വരുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷമിക്കുവാനുള്ള മനസ്സുണ്ടായിരുന്നത് കൊണ്ടാണ് താൻ പറഞ്ഞത് ഇങ്ങോട്ട് അടുത്ത് വരുവീൻ. രണ്ടാമതായിട്ട് അവന്റെ അവൻ ക്ഷമിക്കുവാൻ മനസ്സ് വെച്ചത് കൊണ്ട് ഒരു പുതുജീവൻ അവന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചപ്പോഴാണ് നമുക്ക് ജീവൻ ലഭിക്കുവാൻ ഇടയായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ ദൈവിക ക്ഷമയ്ക്ക് അർത്ഥമുണ്ട്. നമുക്ക് പലരോടും ക്ഷമിക്കാൻ കഴിയുന്നില്ല, അല്ലേ? വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച ഭാരങ്ങൾ, നമ്മെ അറിയാത്ത നിലകളിൽ നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തി, നമ്മെ സ്നേഹിക്കേണ്ടിയവർ നമ്മിൽ നിന്ന് അകന്നു മാറി. പലപ്പോഴും ഞാൻ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ആളുകൾ എന്നോട് പറയും, എൻ്റെ ഭർത്താവ് എത്ര ക്രൂരനാണ്, ഞാൻ കൂടെയുള്ളപ്പോൾ എന്നെ വഞ്ചിച്ചിട്ട് മറ്റു ബന്ധങ്ങളിലേക്ക് പോകുന്നു, എന്നോട് യാതൊരു വിധത്തിലും നല്ല രീതിയിൽ ഇടപഴകുന്നില്ല, എങ്കിലും സൗമ്യതയോടെയും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും അവരോട് ഒത്തു നിൽക്കുവാൻ ദൈവം കൃപ നൽകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ദൈവാത്മാവിൽ ദീർഘക്ഷമയെക്കുറിച്ച് പഠിപ്പിക്കും. പലപ്പോഴും നമ്മൾ ക്ഷമിച്ചാലും നമ്മെ വഞ്ചിക്കുന്നവരുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുജീവൻ ഉണ്ടാകും. എന്ന് വെച്ചാൽ നിത്യതയ്ക്ക് നാം ഓഹരിക്കാരായി തീരുവാൻ ഇടയാകും. തെറ്റ് ചെയ്യുന്നവൻ തെറ്റ് ചെയ്യട്ടെ, അഴുക്കാകുന്നവൻ ഇനി അഴുക്കാകട്ടെ. അപ്പോൾ ക്ഷമ ജീവനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുടുംബ ഭദ്രത അവിടെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുകയാണ് ചെയ്യുന്നത്. അല്ല എങ്കിൽ നമ്മൾ വഴക്കും പ്രശ്നവും ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ക്ഷമിക്കപ്പെടുവാൻ കഴിയാതെ വരുമ്പോൾ അന്യോന്യം പ്രശ്നങ്ങൾ കൂടുകയാണ്, വർദ്ധിക്കുകയാണ്. അപ്പം
ക്ഷമിക്കാത്ത ആത്മാവിലൂടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ദുരാത്മാവിന്റെ പ്രവൃത്തി ആ ഭവനത്തിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയാകും. ദുഷ്ടാത്മ പ്രവൃത്തികൾ ദുഷ്ടാത്മാവിന്റെ ശക്തി അവരെ പല തെറ്റായ പ്രവണതകളിലേക്ക് കൊണ്ടെത്തിക്കുവാനിടയാകും. ഹല്ലേലൂയ. നമുക്കറിയാം, ജീവിതത്തിൽ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങള്, ഹല്ലേലൂയ, 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യവും 23-ാം അധ്യായം 34-ാം വാക്യവും 1 ദിനവൃത്താന്തം 3-ാം അധ്യായം 5-ാം വാക്യവും ഒക്കെ നിങ്ങൾ സമയം കിട്ടുന്ന സമയം വായിക്കണം. ആ വേദഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അഹീത്തോഫേലിന്റെ കൊച്ചുമകളായ ബത്ശേബയുമായി ദാവീദ് പാപം ചെയ്യുകയാണ്, അല്ലെ? അപ്പോൾ ദൈവം ദാവീദിനോട് തന്റെ പാപത്തെ ക്ഷമിച്ചു. എങ്കിലും അഹീത്തോഫേൽ അവനോട് ക്ഷമിച്ചില്ല. നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? മാനുഷ്യ തലത്തിൽ അങ്ങനെയാ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. എന്നാൽ അബ്ശാലോം ദാവീദിനോട് മത്സരിച്ചപ്പോൾ അഹീത്തോഫേൽ അവനോട് യോജിച്ച് പിതാവിനെ നശിപ്പിക്കുവാൻ അബ്ശാലോമിന് ആലോചന പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. സ്തോത്ര. ഈ വേദഭാഗങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവസാനം അവൻ എന്താണ് സംഭവിച്ചത്? അഹീത്തോഫേൽ തൻ്റെ ആലോചന നടക്കാതെ വരികയാൽ അവൻ ആത്മഹത്യ ചെയ്തു. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ മറ്റെന്തോ കാരണമാണ് സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിലും ആത്മഹത്യയുടെ ആത്മാവ് അവനിൽ പ്രവേശിച്ചു. ആത്മഹത്യയുടെ ആത്മാവ് ഒരുവനിൽ പ്രവേശിച്ചാൽ നിസാര കാര്യത്തിനും അവൻ ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് പല കാര്യങ്ങളും ക്ഷമിക്കുവാൻ മനസ്സില്ലാതെ നാം ആയിരിക്കുന്ന അവസ്ഥകളാണ്. ക്ഷമിക്കാത്ത ആത്മാവ് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ എന്ത് ചെയ്യും? നശിപ്പിക്കും. കുടുംബങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ നശിപ്പിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ദൈവവചനത്തിൽ പറയുന്നത്, നിങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ അവരോട് പോയി നിരപ്പ് പ്രാപിക്കണം എന്നുള്ളതാ. ധാരാളം കാര്യങ്ങൾ ഇവിടെ പറയുവാൻ ഉണ്ടെങ്കിലും ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. 3-ാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ക്ഷമ നമ്മെ ദൈവിക ചിന്തയുള്ളവരാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് കാണുവാനായിട്ട് ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ യോസഫ് പറയുന്നുണ്ട്, ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. സ്തോത്രം. അക്ഷരാർത്ഥത്തിൽ ഞാനായിരുന്നുവെങ്കിൽ പറഞ്ഞേനെ, എന്നെ ഇത്രമാത്രം വേദനിപ്പിച്ച നിങ്ങൾ ഒരു നിമിഷം പോലും എൻ്റെ മുൻപിൽ നിൽക്കേണ്ട എന്ന്. എന്നാൽ യോസഫ് പറയുക, നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ അയച്ചതാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അവൻ്റെ യൗവനം മുഴുവനും, ഹല്ലേലൂയ, ഈ സഹോദരങ്ങൾ മുഖാന്തരം നശിക്കുവാനിടയായി. ഒത്തിരി വേദനകൾ അവൻ അനുഭവിച്ചു. കാരാഗ്രഹവാസം അവൻ അനുഭവിക്കേണ്ടി വന്നു. ചെയ്യാത്ത തെറ്റിന്, ഹല്ലേലൂയ, അവൻ്റെ ജീവിതത്തിൽ അപവാദം കേൾക്കേണ്ടി വന്നു. ഇത്ര മാത്രം പ്രതികൂലങ്ങളുടെ നടുവിലും അവൻ ദൈവിക ചിന്തയുള്ളവനായിരുന്നു. അതുകൊണ്ടല്ലേ കാരാഗ്രഹത്തിലും തനിക്ക് ദർശനം നഷ്ടപ്പെടാതിരുന്നത്, അല്ലേ? കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അപ്പക്കാരനും പാനപാത്രവാഹനും ദർശനം കണ്ടു. അപ്പോൾ അത് വ്യാഖ്യാനിക്കുവാൻ ദൈവാത്മാവുള്ള ഒരുവനെ തപ്പി നടന്നപ്പോൾ യോസഫിനെയാണ് കണ്ടത്. പാനപാത്രവാഹൻ ആ രാജാവിനോട് അവനെ പറ്റി പറയുകയും അവനെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ ദീർഘക്ഷമയോടെ നാം ആയിരുന്നാൽ നമുക്ക് ദൈവികമായി, ഹല്ലേലൂയ, നാം ദൈവത്തോടൊരു പടി കൂടി അടുക്കുന്നവരായി മാറുവാൻ തക്കവണ്ണം ഇടയാകും. യോസഫിന്റെ ജീവിതത്തിൽ, പ്രൈസ് ദി ലോർഡ്, താൻ ആരോടും പകവെച്ചില്ല. അപ്പക്കാരൻ മറന്നപ്പോഴും പകവെച്ചില്ല. വീണ്ടും ചില വർഷങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. പാനപാത്രവാഹകനോടും പകവെച്ചില്ല. നീ ഇപ്പോഴാണോ എന്നെ വിളിക്കുവാൻ തോന്നിയതെന്ന് ചോദിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, ഹല്ലേലൂയ, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നതായി മാറണം. ദൈവിക സ്വഭാവങ്ങളിൽ ഒന്നായ, ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നായ ആ ദീർഘക്ഷമ, ലോങ് സഫറിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലായിടത്തും, എല്ലാറ്റിലും നമുക്ക് ഈ ദീർഘക്ഷമ കൊണ്ട് വ്യക്തിപരമായി ദൈവത്തെ അറിയുമ്പോൾ നമുക്ക് ദൈവത്തെ കാണുവാൻ, ദൈവത്തെ ആ മറ്റുള്ളവർ മുൻപാകെ ആമേൻ പറഞ്ഞു കൊടുക്കുവാൻ, ഈ സത്യ ദൈവ
നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തികളെ മറ്റുള്ളവർ മുൻപാകെ വെളിപ്പെടുത്തുവാൻ നമുക്കിടയാകും. ഹല്ലേലൂയ. നമ്മുടെ ഏത് മേഖലകളിലും ദൈവിക കരത്തിന്റെ സ്പർശനം നമുക്ക് വെളിപ്പെട്ട് കാണുവാൻ ഇടയാകും. അവൻ നമ്മെ കൈവിടത്തില്ല. നാം ഒറ്റയ്ക്കായിരുന്നാലും, നാം ഏകാന്തതയിലായിരുന്നാലും, നിരാശയുടെ പടുകുഴിയിലേക്ക് നാം തള്ളപ്പെടേണ്ടി വന്നാലും, ഒറ്റപ്പെടേണ്ടി വന്നാലും, നിന്ദകളും ആക്ഷേപങ്ങളും ഒന്നിനു പുറകെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും, അവിടെയൊക്കെയും നമ്മുടെ കർത്താവ് ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കുവാൻ ഹല്ലേലൂയ ദൈവിക ബോധമുള്ളവരായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അതെ, നാലാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ദീർഘക്ഷമ നമ്മെ വലിയവനാക്കുന്നു. ഹല്ലേലൂയ. യോസഫിന്റെ ജീവിതാനുഭവത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. ആമേൻ. ക്രിസ്തു ക്ഷമിച്ചതുപോലെ യോസഫും ക്ഷമിക്കുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. തന്റെ ശത്രുക്കളായിരുന്നവരോട്, തൻ്റെ സഹോദരങ്ങൾ തനിക്ക് ശത്രുക്കളായിരുന്നു അല്ലേ, താൻ നിരപ്പ് പ്രാപിച്ചു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകി. നാം കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രം മതി ദൈവസന്നിധിയിൽ നാം വലിയവനാകുവാൻ, അവന്റെ മക്കളായി തീരുവാൻ, സകല അണ്ടകടാഹത്തെയും സൃഷ്ടിച്ചുണ്ടാക്കിയ ഈ ലോകത്തിന്റെ സൃഷ്ടാവാൻ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക്, ഒരു വലിമയിലേക്ക് നമുക്ക് വരുവാൻ തക്കവണ്ണം വാക്യത്തിൽ നമ്മുടെ ആമേൻ കുറിവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എബ്രായ ലേഖനം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞു, അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അപ്പോൾ അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. സ്തോത്ര. യോസഫിന്റെ ജീവിതാനുഭവം കേട്ടല്ലോ. അബ്രഹാം ദീർഘക്ഷമയോടെ, എത്രയോ പ്രതികൂലങ്ങൾ ഉണ്ടായി, എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായി, ദൈവിക വാഗ്ദത്തത്തിൽ താൻ ആശ്രയിച്ചതിനാൽ തന്റെ വാർദ്ധക്യത്തിലേക്ക് ഒരു മകനെ ലഭിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വെച്ചിരിക്കുന്ന സ്വർഗീയ കനാനിൽ എത്തപ്പെടുവാൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കാം. ദൈവിക സന്തോഷം അനുഭവിച്ചുകൊണ്ട് വ്യക്തിപരമായി ഈ ദീർഘക്ഷമയെന്നുള്ള ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകി തരുന്നുവെന്ന് നാം ചിന്തിച്ചു. 4 കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതവും ഹല്ലേലൂയ ഫലവത്തായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കപ്പെടേണ്ടതിനും നിത്യതയിൽ എത്തേണ്ടതിനും കാരണമായി ഭവിക്കട്ടെ എന്ന ആത്മാർത്ഥതയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ ദൈവകൃപയുടെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയാൽ ഞാൻ ഇന്നത്തെ ഈ വചനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് പ്രിയപ്പെട്ടവരെ, ആമേൻ, ചില ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ലഭിക്കാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ നിങ്ങളെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഇവ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി അറിയിച്ചു. എല്ലാ വിധത്തിലും ദൈവീയ അനുഗ്രഹങ്ങൾ തുടർന്നും പ്രാപിച്ചെടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇന്നത്തെ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതികളുണ്ടല്ലോ. ആകയാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. മറാനാഥ.